ഞാൻ എത്തിയിട്ടുള്ളത് നല്ല നാടൻ മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ചധികം ചെറിയുള്ളി വേണം, ഒരു 2 തക്കാളി, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് ഇഞ്ചി, 3 പച്ചമുളക്, ഒരു 5-6 ഇല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിൻ്റെ ഇല. നമ്മുടെ 1/2 കിലോ മട്ടനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. മസാലകളായിട്ട് 3 സ്പൂണ് മട്ടൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി വരും കേട്ടോ. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മട്ടനും നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ജീരകം ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തതും കറിവേപ്പിൻ്റെ ഇല, ചെറിയ ഉള്ളി അരിയൊന്നും വേണ്ട കേട്ടോ, കുഞ്ഞിതായിട്ട് അരിയേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് 2ആയിട്ട് അരിയാം, അത്ര മാത്രം മതി. പിന്നെ അതിലേക്ക് തക്കാളി കൂടി ചേർത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മസാലകളുണ്ടല്ലോ, മട്ടൻ മസാലയും ഗരം മസാലയും കുരുമുളക് പൊടിയും മല്ലിയും ഇതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുക, പാകത്തിനുള്ള ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇതുപോലെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുക്കറൊക്കെ അടച്ച് 3 വിസിൽ മതി കേട്ടോ. 3 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ തീ ഓഫാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ആവിയൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കുക, ഇതിൽ വേവൊക്കെ പാകമല്ലേന്നും ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുക. നമുക്കിവിടെ കറക്റ്റായിരുന്നു എല്ലാം, അതുകൊണ്ട് നമ്മൾ പിന്നെ ഉപ്പൊന്നും ഇടേണ്ടി വന്നിട്ടില്ല. ഇനി ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കറിയിലേക്കുള്ള ചെറിയുള്ളി തൂമ്പിക്കാനാണ്. അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി ഉണ്ടല്ലോ മട്ടൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ മട്ടൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ കറി ഇഷ്ടപ്പെടും, ഒരു മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.